വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 15, 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അനേകർക്ക് രോഗശാന്തി. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിന്റെ സാന്നിധ്യത്തിലെ സുഖപ്രാപ്തി. യേശു തന്റെ ജീവിതത്തിൽ തനിച്ചോ ശിഷ്യന്മാരുമൊത്തോ പലപ്പോഴും മലമുകളിലേക്ക് കയറിപ്പോയിരുന്നു. അങ്ങനൊരു പതിവ് യേശുവിനുണ്ടായിരുന്നുവെന്ന് സുവിശേഷത്തിൽ നിന്ന് നാം വായിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വിവരണമനുസരിച്ച് ഗാലിലി കടലിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറുമലയിന്റെ മുകളിലേക്ക് യേശു തനിച്ചു പോകുന്നു. അവിടെ മലമുകളിൽ യേശു ചിന്താമഗ്നായിട്ടിരിക്കുകയാണ്. യേശു തന്റേതായിട്ടുള്ള ദർശനങ്ങൾക്ക് രൂപം കൊടുക്കാനും തന്റെ പിതാവുമായിട്ട് സംവദിക്കുന്നതിനും ഒക്കെ ആയിരിക്കണം ഇങ്ങനെ ഇടയ്ക്കൊക്കെ മലമുകളിലേക്ക് പോകുന്ന ഒരു പതിവ് നാം കാണാനിടവരുന്നത്. യേശു ആ മലമുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമീപവാസികൾ ഓടിയെത്താൻ തുടങ്ങി. എന്നാൽ ആ ഓടിയെത്തിയവരിൽ തന്നെ തനിച്ച് ഓടാൻ സാധിക്കാത്ത, തനിച്ച് നടക്കാൻ പോലും സാധിക്കാത്ത മുടന്തന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് മറ്റുള്ളവരാണ്, പരസഹായത്താലാണ് അവരെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിലർക്ക് അന്ധരായിട്ടുള്ള ആളുകളുണ്ട്, അവർക്കും നടക്കാൻ വിഷമം, മറ്റുള്ളവരുടെ സഹായത്താൽ കൈപിടിച്ചുകൊണ്ടൊക്കെ എത്തിയവരുണ്ട്. വേറെ ചിലർക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകള് ഈ മറ്റുള്ളവരുടെ സഹായത്താൽ അവരെത്തിയവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ് അവരിൽ ബഹുഭൂരിപക്ഷവും. അങ്ങനെ തീരെ അവശത അനുഭവിക്കുന്ന ആളുകളെയൊക്കെ യേശുവിന്റെ പാദത്തിനരികെ, യേശുവിന്റെ മുമ്പിൽ കിടത്തി അവര് എന്നാണ് പറയുന്നത്. യേശു അവരെയൊക്കെ സുഖപ്പെടുത്താനിടവരുന്നു. എന്തോ ഒരു സന്തോഷമായിരിക്കാം അവർക്ക്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അവർക്ക് നടക്കാൻ സാധിക്കാത്ത ഇരുന്ന ആളുകള് ഇപ്പോൾ അവർക്ക് അനായാസമായിട്ട് നടക്കാം. ഇതുവരെ അവർക്ക് കാണാൻ സാധിക്കാതിരുന്ന ആളുകൾക്ക് എല്ലാവരെയും നന്നായിട്ട് കാണാം. ഇതുവരെ ഒന്നും സംസാരിക്കാൻ സാധിക്കാതിരുന്ന ആളുകൾക്ക് എത്രയോ സുന്ദരമായിട്ട് തമ്മിൽ സംസാരിക്കുന്നു. ഇതുവരെയും ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ സാധിക്കാതിരുന്ന ആളുകള് ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം. അവരുടെ സന്തോഷം എത്ര കണ്ടായിരിക്കുമെന്ന് നമുക്ക് ഭാവനയിൽ കാണാവുന്നതാണ്. അങ്ങനെ അവർ സന്തോഷത്താൽ കുതിച്ചു ചാടുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് സുവിശേഷകനായ മത്തായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇസ്രായേലിന്റെ ദൈവത്തെ അവര് അങ്ങോട്ട് പാടി പുകഴ്ത്താൻ തുടങ്ങി എന്നാണ് മത്തായി നമ്മോട് പറഞ്ഞു തരുന്നത്. മത്തായി അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കാരണം ആ ഇസ്രായേലിന്റെ ദൈവം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള രക്ഷകനാണ് ഈ യേശുക്രിസ്തു എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മത്തായിയുടെ മുഖ്യ ഒരു ഉദ്ദേശമാണ്. ഈ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി കൂടി ആയിരിക്കണം ഇസ്രായേലിന്റെ ദൈവത്തെ അവർ പാടിപ്പുകഴ്ത്തി എന്ന് പ്രത്യേകം മത്തായി എടുത്തു പറയാൻ ഇടവന്നത് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ നോക്കുമ്പോൾ യേശുവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും തനിമയോടുകൂടെ ഭാവാത്മകമായ രീതിയിൽ അതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷകന്മാർ എറിഞ്ഞു തരികയാണ്, പരത്തി വയ്ക്കുകയാണ്. ഇനി നാം അവയെ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് നമ്മുടെ ജീവിതബന്ധിയായിട്ട് തീർന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഊടും പാവുമായി തീരണം ദൈവത്തിന്റെ വചനങ്ങള് എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടത്.